നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. സ്ഥാപനങ്ങളുടെ വിദേശ ഉടമസ്ഥാവകാശ നിയമങ്ങൾ കർശനമാക്കാൻ ഇന്ത്യ പദ്ധതിയിടുന്നു. കൊമേഴ്സ് മുതൽ ഫാർമസ്യൂട്ടിക്കൽസ് വരെയുള്ള ബിസിനസ്സുകൾക്ക് സാരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാവുന്നതാണ് നീക്കം. നിയമഭേദഗതി സംബന്ധിച്ച് ചർച്ചകൾ അന്തിമഘട്ടത്തിലെത്തിയിട്ടുണ്ട്. വിദേശ നിക്ഷേപ നിയമങ്ങൾ പരമാവധി ലളിതമാക്കുന്നതിനും പഴുതുകൾ അടയ്ക്കുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. വിദേശ ഉടമസ്ഥയിലുള്ളതും നിയന്ത്രിതവുമായ സ്ഥാപനങ്ങൾ FOC എന്ന പുതിയ വിഭാഗം സൃഷ്ടിക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു. അതിൽ പരോക്ഷ വിദേശ നിക്ഷേപം ഉള്ള ഇന്ത്യൻ സ്ഥാപനങ്ങളും ഉൾപ്പെടുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. നിയമ ഭേദഗതി നടപ്പിലാക്കിയാൽ ഒരു ആഭ്യന്തര പുനഃസംഘടനയോ ആന്തരിക കൈമാറ്റമോ പോലും വിദേശ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾക്ക് FDI ബാധ്യതകൾക്ക് കാരണമാകുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന വ്യക്തികൾ നിയന്ത്രിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയോ നിക്ഷേപ ഫണ്ടോ ആയിട്ടാണ് ഒരു FOC നിർവചിക്കപ്പെടുക. പരോക്ഷ ഉടമസ്ഥാവകാശം ഉൾക്കൊള്ളുന്നതിനോടൊപ്പം ഘടനയിലോ ഉടമസ്ഥതയിലോ മാറ്റങ്ങൾ വരുമ്പോൾ നേരിട്ട് ഉടമസ്ഥതയിലുള്ള വിദേശ സ്ഥാപനങ്ങളെ FDI നിയമങ്ങൾക്ക് വിധേയമാക്കുകയും ചെയ്യും. പരോക്ഷ ഓഹരി പങ്കാളിത്തത്തിൻ്റെ ഏതൊരു കൈമാറ്റവും കമ്പനികൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. കൂടാതെ അതാത് മേഖലകളിലെ വിദേശ നിക്ഷേപ പരിധികൾ പാലിക്കേണ്ടതുണ്ട്. വിദേശ നിക്ഷേപകർക്ക് ഇന്ത്യയുടെ FDI നയത്തിൻ്റെ ഉദ്ദേശം മറികടക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാക്കാനാണ് നിയമങ്ങളിലെ നിർദ്ദിഷ്ട പരീക്ഷണം ലക്ഷ്യമിടുന്നതെന്ന് വൃത്തങ്ങൾ പറഞ്ഞു. വിഷയത്തിൽ കേന്ദ്ര ധനമന്ത്രാലയവും റിസർവ് ബാങ്കും ധാരണയിലെത്തിയിട്ടുണ്ട്. അതിർത്തി സംഘർഷങ്ങൾക്ക് ശേഷം 2020 മുതൽ ചൈന ഉൾപ്പെടെ അതിർത്തികൾ പങ്കിടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ള നിക്ഷേപകർക്ക് ഇന്ത്യ മുൻകൂർ സർക്കാർ അനുമതി നിർബന്ധമാക്കിയിട്ടുണ്ട്. പുതിയ FOC നിർവചനം ചൈനയിലെയും മറ്റു രാജ്യങ്ങളിലെയും വിദേശ നിക്ഷേപകർക്ക് ഓഫ്ഷോർ നിക്ഷേപ ഫണ്ടുകൾ അല്ലെങ്കിൽ ലെയേർഡ് ഇന്ത്യൻ സ്ഥാപനങ്ങൾ പോലുള്ള പരോക്ഷ സംഘടനകൾ ഉപയോഗിച്ച് പിൻവാതിലിലൂടെ നിയന്ത്രിത മേഖലകളിൽ പ്രവേശിക്കുന്നതിന് ബുദ്ധിമുട്ടാക്കുമെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഈസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.